പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 16-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 6-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 6 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ വാക്കുകൊടുത്തു, പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ചു പോന്നു. ലോക ക്രൈസ്തവ ജനത കഷ്ടാനുഭവ ആഴ്ചയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ജീവജലത്തിൽ കൂടെ ശ്രവിച്ചതുപോലെ ഇന്ന് പാഷൻ വീക്കിലെ 6-ാമത്തെ ദിനമാണ്. അതായത് ഗൂഢാലോചനയുടെ ദിനമാണിന്ന്. നമ്മൾ ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ജനത്തെ ഭയപ്പെട്ട് അവർ ഒന്നും ചെയ്യുവാൻ മുതിർന്നില്ല. പക്ഷേ യേശുവിനെ ഒടുക്കുവാൻ മഹാപുരോഹിതന്മാരും പരീശന്മാരും മറ്റ് പ്രധാനികളും ഒക്കെ അവസരം നോക്കി വരികയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പന്തിരുവരിൽ ഒരുത്തനായ ഇസ്കറിയോത്താ യൂദ മഹാപുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നത്. എന്നിട്ട് അവരുമായി പറഞ്ഞ് ഒത്തു. കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തു. അവർക്ക് സന്തോഷമായി. അവർ അതിന് പകരമായി ദ്രവ്യം, പണം നൽകാമെന്ന് പറഞ്ഞ് ഒത്തു. അതിനുശേഷമുള്ളതാണ് 6-ാം വാക്യമായി ഇന്ന് നാം വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. അതെ, ജനം ഇല്ലാത്ത സമയത്ത് യേശുവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് അവൻ തക്കം പാർത്ത് അതിൻ്റെ ഊഴം സമയം അന്വേഷിച്ച് പോന്നു. അതെ പ്രിയ ദൈവമക്കളെ, നാം ഒക്കെ ഇസ്കറിയോത്താ യൂദായെ കുറ്റം പറയും. ശരിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. എന്നാൽ അത് പ്രവചന നിവൃത്തിയാണ്. ഇസ്കറിയോത്താ യൂദാ അല്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്തേ മതിയാവുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളൊക്കെ ഇസ്കറിയോത്താ യൂദായെ കുറിച്ച് പറയുമ്പോൾ ഞാനും നിങ്ങളും ഇസ്കറിയോത്താ യൂദായെക്കാട്ടിലും ഭീകരമായ ഒറ്റിക്കൊടുക്കൽ, പകവീട്ടലുകൾ, ഇരുതോണിയിൽ കാലുവെക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതാ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ. ഇന്നത്തെ ഭാഗം നാം വായിച്ചാൽ ഇവരാരും ഇസ്കറിയോത്താ യൂദായെ തേടിപ്പോയതല്ല. ഇസ്കറിയോത്താ യൂദാ അവരുടെ അടുക്കൽ ചെന്നു. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു, പറഞ്ഞൊത്തു. പിന്നെ കാണിച്ചു കൊടുക്കുവാനുള്ള ഊഴം കാത്ത് ഇസ്കറിയോത്താ യൂദാ ഒന്നും അറിയാത്തതുപോലെ യേശുവിനോട് കൂടെ അന്ത്യ പെസഹായിൽ വന്നുകൂടി. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് ഞാൻ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും ഇസ്കറിയോത്താ യൂദായും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ കുറിച്ച്, നമ്മുടെ കൂടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച്, നമുക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാരെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ആരോടൊക്കെ എന്തൊക്കെ ഒളിഞ്ഞും പാത്തും
തെളിഞ്ഞും പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലാണ് പ്രൈസിലോടും ഹല്ലേലൂയയും പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇസ്കരിയോത്ത യൂദയേക്കാൾ എത്രയോ തരംതാണ നിലയിലാണ് ഇന്നത്തെ ക്രൈസ്തവ ജനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇതാണ് അവിടെയും പറഞ്ഞ് പോയി ഒത്ത കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ യേശുവിന്റെ കൂടെ നടക്കുകയാണ്. ബുധൻ മുതൽ വ്യാഴം വരെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നിടം വരെ ഇപ്പോഴാണോ എപ്പോഴാ കാണിച്ചു കൊടുക്കേണ്ടത്? ഇതാണ് ഇസ്കരിയോത്ത യൂദായുടെ ഉള്ളിൽ. നമ്മൾ 2-3 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇസ്കരിയോത്ത യൂദായുടെ ഉള്ളിൽ സാത്താൻ കടന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിലെ ഇസ്കരിയോത്ത യൂദായുടെ ഉള്ളിൽ സാത്താൻ കടന്നുള്ളൂ. പക്ഷെ നമ്മളിൽ കടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ ഒരു സാത്താനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടിയതും വേണ്ടാത്തവരോട് പലപ്പോഴും അനാവശ്യമായി പറയുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പിന്റെ അവസാന ദിനങ്ങളിൽ, കഷ്ടാനുഭവ ആഴ്ചയുടെ 6ാം ദിനത്തിൽ, ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുന്നത്, വ്യക്തമായി അറിയാത്ത കാര്യത്തെക്കുറിച്ച്, സത്യസന്ധമായി അറിയാത്തതിനെക്കുറിച്ച് ആരെയും കുറിച്ചും ആരോടും നാവ് ചലിപ്പിക്കുവാൻ പാടില്ല. അത് തെറ്റാണ്. അവസാനം ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ അവിടെയും ഇവിടെയും നിന്നിട്ട് ഇസ്കരിയോത്ത യൂദായ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒരു ശിഷ്യന് ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തത് ഇസ്കരിയോത്ത യൂദായ്ക്ക് സംഭവിച്ചു. നമുക്കറിയാം, യേശു രക്ഷപ്പെട്ടൊക്കെ പോകുമെന്നുള്ള ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ഇസ്കരിയോത്ത യൂദാ കാര്യം ചെയ്തു. അവസാനം യേശുവിനെ പിടിച്ചുവെന്ന് കണ്ടപ്പോൾ മഹാപുരോഹിതന്റെ അടുക്കൽ പണവുമായിട്ട് ചെന്നു. അവർ വളരെ സ്മൂത്തായി കൈ കഴുകി ഒഴിഞ്ഞു. നീ പറഞ്ഞു, നീ ചെയ്തു, അതിനുള്ള പ്രതിഫലം തന്നു, ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി നിന്റെ കാര്യമാ. അവസാനം ഇതാ തൂങ്ങിച്ചാകേണ്ട അവസ്ഥ ഇസ്കരിയോത്ത യൂദായ്ക്ക് വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെയും ഇവിടെയും കേൾക്കുന്നതും കാണുന്നതും, വേണ്ടിയതും വേണ്ടാത്തതും, അറിഞ്ഞതും അറിയാത്തതും, സത്യമല്ലാത്തതും പറയുകയും കൂട്ടിച്ചേർക്കുകയും അന്യോന്യം നുണ പ്രചരിപ്പിക്കുകയും ചെയ്താൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും ശാപവും ദോഷവുമാണെന്ന് ഇസ്കരിയോത്ത യൂദാ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി പാടിയത് കൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും സ്തോത്രം പറഞ്ഞുകൊണ്ടും എല്ലാ കൂട്ടായ്മയിലും ഓടി നടന്ന് ജോയിൻ ചെയ്തുകൊണ്ടും ഒരു കാര്യവുമില്ല. ഞാനും നിങ്ങളും ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. സത്യസന്ധമായി ദൈവകൃപയോടെ നിലനിൽക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അല്ല എങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, മുഖത്ത് നോക്കി നേരിട്ട് ചോദിച്ച് അത് അവിടെ കൊണ്ട് ക്ലിയർ ചെയ്ത് എന്നേക്കുമായി അവസാനിപ്പിക്കണം. അല്ലാതെ യൂദാ ചെയ്തതുപോലെ അവിടെയും പറഞ്ഞൊത്തു, അവരോടും എഗ്രി ചെയ്തു, പിന്നീട് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ച് നടക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇസ്കരിയോത്ത യൂദാ ഒരിക്കലായിട്ട് ഒരുവനെ ഒറ്റിയുള്ളൂ. പക്ഷേ അവരവർ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നാം ഓരോരുത്തരും എത്രയോ കാലങ്ങളായി ഇസ്കരിയോത്ത യൂദായുടെ ഈ അതേ ജോലി ഒരു കുറ്റബോധവുമില്ലാതെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം അത് അവസാനിപ്പിക്കണം. 2 തോണിയിൽ കാലുകുത്തുന്ന പണി നാം നിർത്തണം. തലമുറയ്ക്ക് ദോഷമാണ്, കുടുംബത്തിന് കെട്ടിവെപ്പാണ്. ഒരിക്കൽ പോലും അത് ചെയ്യുവാൻ പാടില്ല. ഒരു തെറ്റായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല എങ്കിൽ ഇന്ന് കഷ്ടാനുഭവ ആഴ്ചയുടെ 6ാം ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നു, അനാവശ്യ ഗൂഢാലോചന അവസാനിപ്പിക്കുക, കൂട്ടിപ്പിടിപ്പീര് അവസാനിപ്പിക്കുക,
എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. ദൈവസന്നിധിയിൽ നേരോടും സത്യത്തോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടെ നിലനിൽക്കുക. അല്ലാതെ എല്ലായിടത്തും പോയി കൈനീട്ടി ആമീൻ പറയുന്ന, എല്ലാത്തിനും സ്തോത്രം പറയുന്ന നമ്മുടെ പതിവ് പരിപാടി അവസാനിപ്പിച്ച് അതിശക്തമായി ദൈവവചനത്തിനു മുൻപാകെ കീഴ്പ്പെട്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോവുക. ഇസ്കരിയോത്തായ യൂദായ്ക്കുണ്ടായ അനുഭവം നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ സഭയിലോ നമ്മുടെ തലമുറയിലോ ഒരിക്കൽ പോലും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് കുറവ് എന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുക, യഥാസ്ഥാനപ്പെടുക, പ്രാർത്ഥനയോടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കുക. മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവരുടെ തലമുറയെക്കുറിച്ച് അനാവശ്യമായി നാം പറഞ്ഞു പരത്തുന്നത് അവസാനിപ്പിക്കുക. പള്ളിയിൽ ആരാധനയ്ക്ക് പോയാൽ ദൈവത്തെ ആരാധിക്കുക, മറ്റനാവശ്യ പൊളിറ്റിക്സിൽ നിന്ന് മാറുക, വേണ്ടാത്തത് പറഞ്ഞ് പരത്താതിരിക്കുക. ഇങ്ങനെയുള്ള ഇസ്കരിയോത്തായ യൂദായുടെ അനുയായികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി, ഇന്നും കൂടെ തമ്പുരാൻ ഒരവസരം തരിക. കേട്ടില്ല എന്ന് പറയുവാൻ ഒരിക്കലും പറ്റുകയില്ല. ഇന്ന് അതിനോട് വിട പറയണം. നാം ഓർക്കണം, നാം മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അനാവശ്യം പ്രചരിപ്പിക്കുമ്പോൾ, അവരുടെ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ, അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അറിയാതെ പടുകുഴിയിലേക്ക്, കുഴഞ്ഞ ചേറ്റിലേക്ക് ഒരിക്കലും പിടിച്ചുയർത്തുവാൻ പറ്റാതെ വണ്ണം തകർന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. മറന്നു പോകരുത്. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടിട്ട് ഇസ്കരിയോത്തായ യൂദാ ചെയ്ത ഈ പറഞ്ഞൊത്തിട്ട് തക്കം പാർത്ത് നടന്നിട്ട് സാത്താനെ ഉള്ളിക്കയറ്റിയിട്ട് ഊഴത്തിന് വേണ്ടി ഓടി നടന്നിട്ട് ഒന്നും അറിയാതെ യേശുവിന്റെ കൂടെ അത്താഴത്തിന് താലത്തിൽ കൈമുക്കിയ ഈ പരിപാടി അവസാനിപ്പിക്കണം. സത്യസന്ധമായി കർത്താവിന്റെ ജീവിക്കുന്ന സാക്ഷിയായി ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ നിൽക്കുവാൻ ഈ വർഷത്തെ പാഷൻ വീക്ക് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം പ്രാർത്ഥനയോടെ ഏറ്റെടുത്ത് കുറവുകളെ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് പ്രതിഷ്ഠയോടും പുനഃസമർപ്പണത്തോടും ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്കരിയോത്തായ യൂദായുടെ ഉള്ളിൽ സാത്താൻ കടക്കുകയും മഹാപുരോഹിതന്മാരുമായി പോയി പറഞ്ഞൊത്ത് അവരുമായി സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ അവസരം കാത്ത് രണ്ടിടങ്ങളിലും ഒരുപോലെ പ്രീതിപ്പെടുത്തി ജീവിച്ച ഇസ്കരിയോത്തായ യൂദായെക്കുറിച്ച് ഈ പാഷൻ വീക്കിന്റെ 6-ാം ദിനം ഗൂഢാലോചനയുടെ ദിനത്തെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പ ഞങ്ങൾ അറിയാതെ ഞങ്ങളിൽ ഒരു ഇസ്കരിയോത്തായ യൂദാ മറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. മറ്റുള്ളവരെ കുറിച്ച്, അവരുടെ കുടുംബങ്ങളെ കുറിച്ച്, അവരുടെ ശുശ്രൂഷയെക്കുറിച്ച്, അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾ അനാവശ്യമായി ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്തുമ്പോൾ അത് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ദോഷമാണെന്നും ഇസ്കരിയോത്തായ യൂദയെ പോലെ ശപിക്കപ്പെട്ട ഒരു അന്ത്യത്തിനിടയാകുമെന്നും ഇത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണം. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ സമർപ്പണങ്ങളെ സ്വർഗം മാനിക്കണം. തമ്പുരാൻ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇസ്കരിയോത്തായ യൂദായുടെ ഒരു സ്വഭാവവും നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ ഉണ്ടാകരുത്. എല്ലായിടവും ആമീൻ പറഞ്ഞൊത്ത് അന്യോന്യം ചതിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് ഒന്നും അറിയാത്തതുപോലെ ആരാധനയ്ക്ക് വന്നിരിക്കുക, പ്രൈസിലോട് പറയുക, കമ്മ്യൂണിയനിൽ ഒരു മനസാക്ഷി കുറ്റവുമില്ലാതെ പങ്കെടുക്കുക. ഇതല്ലേ നാം നാളുകളായി ചെയ്തു വരുന്നത്. അവസാനിപ്പിക്കുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ച് പറഞ്ഞ് തീർക്കുക. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ പ്രതിഷ്ഠയോടെ സമർപ്പണത്തോടെ ഈ വർഷത്തെ പാഷൻ വീക്ക് പുതുക്കത്തിന്റെയും പുനഃസമർപ്പണത്തിന്റെയും ദൈവകൃപയുടെയും ദിനങ്ങളായി തീരട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നിർത്തട്ടെ. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.